മഹാലക്ഷ്മി കണ്ണന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും അതൊക്കെ നടക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, നീയും അതിനു മുമ്പ് എന്തൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതും നടക്കുമായിരുന്നു. മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ കൂടിച്ചേർന്നതിന് ശേഷമാണ് നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയത്. നീ ഇപ്പൊ പറഞ്ഞ മാർക്കോയെ പോലുള്ളവര് അതിന് ശേഷമാണ് അവർക്ക് കൂട്ടായി വന്നത്. എന്തായാലും നീ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ഒരു തോക്ക് കൈ കരുതിക്കോ. അതുകൊണ്ട് ദൂരെ നിന്ന് നിറയൊഴിച്ചാലും മാർക്കോ വീഴും. അല്ലാതെ മൂർച്ചയുള്ള കഠാരയൊക്കെ ആയിട്ട് അവന്റെ മുമ്പിൽ ചെന്ന് നിന്നാ അത് നിന്റെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചു വാങ്ങിയിട്ട് അത് നിന്റെ നേരെ തന്നെ പ്രയോഗിക്കും. കുറച്ചു നാള് നീ ഈ നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലത്. അങ്ങനെ പേടിച്ചോടാനൊന്നും ഞാനില്ല. പിന്നെ നീ പേടിച്ചോടി മൂന്നാർ പോയി താമസിച്ചോടാ. എന്നുവെച്ചാ അത് കുറച്ച് മനസ്വസ്ഥത കിട്ടാൻ വേണ്ടിട്ട് പോയതാ. സമാധാനത്തോടൊന്ന് മദ്യപിക്കാൻ വേണ്ടിട്ട് പോയതാ. അവിടെയും സ്വസ്ഥത പോയി.